Radio Library. Radio Library with RJ Radish. ഓരോ ആഴ്ചയും പുസ്തകങ്ങൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആഴ്ചയും പുസ്തകം ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും സ്വാഗതം. റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലേക്ക് നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. അപ്പൊ ഇന്ന് ലൈബ്രറിയിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പുസ്തകം ഒറ്റയടി പാത എന്ന പുസ്തകമാണ്. ഖത്തറിലെ വളരെ തിരക്കുള്ള ഒരു ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ ജാഫർ AP ആണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ടുമുട്ടുന്ന ചില ആൾക്കാർ അവരുടെ ജീവിതത്തിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ജാബിർ റഹ്മാനാണ്. ജാബിർ, നമസ്കാരം. റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നമസ്കാരം രതീഷ്. അപ്പൊ നമുക്ക് ഒറ്റയടി പാതയെ കുറിച്ച് കൂടുതൽ അടുത്തറിയാം. ഓർമ്മക്കുറിപ്പുകൾ വായനക്കാരനെ ഏറ്റവും ത്രസിപ്പിക്കുന്ന വായനാനുഭവമാണ്. മലയാള പുസ്തക പ്രസാധന രംഗത്ത് നോൺ ഫിക്ഷൻ പുസ്തകങ്ങളുടെ വമ്പിച്ച സ്വാധീനം സമീപ പതിറ്റാണ്ടുകളുടെ പ്രത്യേകതയുമാണ്. ജീവിതം എഴുത്തും ഓർമ്മക്കുറിപ്പുകളും അനുഭവക്കുറിപ്പുകളും യാത്രാവിവരണങ്ങളുമൊക്കെ ഫിക്ഷൻ പോലെയോ ഫിക്ഷനേക്കാളോ വായനക്കാരന് പ്രിയപ്പെട്ടതായതോടെ ഈ രംഗത്ത് നിരവധി കൃതികളും എഴുത്തുകാരുമുണ്ടായി. ജീവിതാനുഭവങ്ങളുള്ള പലരും തുറന്നെഴുത്തിന് തയ്യാറായി. പൊള്ളുന്ന അനുഭവക്കുറിപ്പുകൾക്ക് മുന്നിൽ മലയാളം ഞെട്ടിനിന്നു. വേട്ടക്കാരനും ഇരയും ഒരുപോലെ എഴുത്തുകാരാകുകയും ചെയ്ത കാലഘട്ടത്തിനും മലയാള പ്രസാധനം സാക്ഷിയായി. എഴുത്തുകാർ എന്ന എലീറ്റ് ക്ലാസിനു മുന്നിൽ മലയാള പുസ്തക പ്രസാധനം കൈകൂപ്പി നിന്ന കാലത്തിൽ നിന്ന് ഭിന്നമായി ഉള്ളിൽ തീയുള്ള ആർക്കും എഴുതാമെന്നും പുസ്തകകാരനാകാമെന്നുമുള്ള ആത്മവിശ്വാസം കൊടുത്തത് ഓർമ്മക്കുറിപ്പുകളുടെയും അനുഭവക്കുറിപ്പുകളുടെയും ഒക്കെ വായനാ വിൽപ്പന സാധ്യതകളാണ്. മുഹമ്മദ് അബ്ബാസ് എന്ന ഒരു പെയിന്റ് പണിക്കാരനെ നിരവധി ആരാധകരുള്ള എഴുത്തുകാരനാക്കിയത് ജീവിതാനുഭവങ്ങളും ആ അനുഭവങ്ങളുടെ രേഖപ്പെടുത്തലും അതിന്റെ വിപുല വായനയുമാണ്. ഖത്തറിലെ തിരക്കുള്ള ഒരു ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റാണ് ഡോക്ടർ ജാഫർ AP. തിരക്കിനൊപ്പം ഉള്ളിൽ തീയുള്ള ഒരാൾ. തന്റെ വായനയും യാത്രയും ജോലിയും ജീവിതവും സമ്മാനിച്ച നിരീക്ഷണങ്ങൾ പലപ്പോഴും കുറിപ്പുകളായി എഴുതിയിട്ടത് ഒറ്റയടിപ്പാത എന്ന മനോഹര പുസ്തകമായി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ജീവിതത്തിൽ പലപ്പോഴായി കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ പിന്നാമ്പുറങ്ങളിൽ വിസ്മയിപ്പിക്കുന്ന കഥകൾ ഒളിഞ്ഞിരിക്കുന്നതിന്റെ രേഖപ്പെടുത്തലാണ് ഈ പുസ്തകം. നേരിൽ കണ്ടവരും പറഞ്ഞറിഞ്ഞവരും പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നവരുമൊക്കെ ഇതിൽ പെടും. അതേക്കുറിച്ച് പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതുന്നു: കഥയെ വിസ്മയിപ്പിക്കുന്ന തരത്തിലാണ് നമ്മൾ പരിചയപ്പെടുന്ന പലരുടെയും ജീവിതാനുഭവങ്ങൾ. ഓരോ മനുഷ്യരും ഓരോ കഥാപാത്രങ്ങളാണെന്ന് നടൻ മമ്മൂട്ടി നിരീക്ഷിച്ചിട്ടുള്ളത് സാന്ദർഭികമായി ഓർക്കുന്നു. 2023 ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് റേഡിയോ ലൈബ്രറിയിൽ ഞാൻ അവതരിപ്പിച്ച വായനയുടെ സ്വർഗ്ഗങ്ങൾ എന്ന കുറിപ്പിൽ പ്രമുഖരുടെ വായനാ രീതിയെക്കുറിച്ച് പറയുന്നിടത്ത് വിഖ്യാത പത്രപ്രവർത്തകനായ ശ്രീ തോമസ് ജേക്കബിനെ പരാമർശിച്ചിരുന്നു. ഫിക്ഷനുകളെക്കാൾ നോൺ ഫിക്ഷനുകളാണ് അദ്ദേഹത്തിന്റെ വായനാ പ്രപഞ്ചത്തിൽ ഇടം പിടിച്ചിരിക്കുന്നതെന്നും അതിൽ തന്നെ ആത്മകഥയും ജീവചരിത്രവും ഓർമ്മക്കുറിപ്പുകളും ഒക്കെയാണ് അദ്ദേഹം കൂടുതലായി വായിക്കുന്നതെന്നും പറഞ്ഞിരുന്നു. അതേ തോമസ് ജേക്കബാണ് ഡോക്ടർ ജാഫറിന്റെ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. കഥയല്ലെങ്കിലും കഥ പോലെ എന്ന ആ അവതാരികയിൽ ശ്രീ തോമസ് ജേക്കബ് എഴുതുന്നു: കഥ, നോവൽ, കവിത തുടങ്ങിയവയിൽ നല്ലതെന്ന് പ്രകീർത്തിക്കപ്പെട്ടവ മാത്രം വായിക്കുകയും ജീവചരിത്രം, ആത്മകഥ, അനുഭവം തുടങ്ങിയവയുടെ വായനയ്ക്ക് കൂടുതൽ സമയം മാറ്റിവെക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. ഭാവനയുടെ അക്ഷരരൂപങ്ങളെക്കാൾ ജീവനുള്ളതാണ് അനുഭവങ്ങളുടെ ഹൃദ്യമായ വിവരണങ്ങൾ. ഈ ഗ്രന്ഥം വ്യത്യസ്തമാവുന്നത് അങ്ങനെയാണ്. ഏതാണ്ട് 1.5 പേജുകൾ വീതം വരുന്ന 50 കുറിപ്പുകളുടെ സമാഹാരമാണ് ഒറ്റയടിപ്പാത. IPB ബുക്സ് ആണ് പ്രസാധകർ. ലളിതസുന്ദരവും എന്നാൽ കാൽപ്പനികവുമായ ഭാഷയാണ് പുസ്തകത്തിൻ്റെത്. സംഗീതം ഒളിപ്പിച്ചുവെച്ച തലക്കെട്ടുകൾ കൊണ്ട് മനോഹരമാണ് കുറിപ്പുകളിൽ അധികവും. പറഞ്ഞാൽ തീരാത്ത കിസ്സ, ഉറുമാമ്പഴം പഴുക്കുന്നത്, കടൽ പോലെ കരുണ, അവളുടെ പെരുന്നാൾ, സൈനബിന്റെ തട്ടം, 4-ാം വേദക്കാരന്റെ ബിഷപ്പ്, ബൊഹീമിയയുടെ പ്രവാചകൻ, ചിനാർ, സൂഫി കാപ്പി, അത്തർ തുടങ്ങി അത്തർ മണമുള്ള പേരുകൾ. ഒറ്റയടിപ്പാത ഇങ്ങനെ കൂടുതൽ പരിചയപ്പെട്ടു വരുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഡോക്ടർ ജാഫറിന്റെ ആ ഒരു എഴുത്തിന്റെ പ്രത്യേകതയെ പറ്റിയിട്ട് തന്നെയാണ്. മനുഷ്യനെയും അവന്റെ ജീവിതത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന കഥകൾ കൊണ്ട് സമൃദ്ധമാണ് ഈ പുസ്തകത്തിലെ കുറിപ്പുകൾ ഓരോന്നും. ഫിക്ഷണൽ കഥകളല്ല, സംഭവ കഥകൾ തന്നെയാണ് അവയൊക്കെയും. ഏതൊക്കെയോ വിധത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിൽ സ്പർശിക്കുന്ന അനുഭവക്കുറിപ്പുകൾ. തന്റെ മനസ്സിൽ കൊള്ളിയാൻ പായിച്ച ഒരു അസാധാരണ ചിന്തയെക്കുറിച്ച് വായനക്കാരനോട് സംവദിക്കേണ്ടി വരുമ്പോൾ തന്റെ ജീവിത പരിസരത്ത് നിന്ന് തന്നെയുള്ള അസാധാരണമായൊരു സംഭവകഥയെ അതിനോട് ചേർത്ത് വയ്ക്കുന്ന ജീവിതഗന്ധിയായ എഴുത്തുരീതിയാണ് ഡോക്ടർ ജാഫറിൻ്റേത്. മഹത്തായ ഒരു ആശയത്തെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ഓർമ്മയുടെ അഭ്രപാളിയിൽ പൊടുന്നനെ മിന്നിമറഞ്ഞ ഒരു വിശിഷ്ട മുഹൂർത്തത്തെക്കുറിച്ച് എഴുതേണ്ടി വരുമ്പോൾ, അതുമല്ലെങ്കിൽ വായനയ്ക്കിടയിൽ ചില അക്ഷരരൂപങ്ങൾക്ക് മുന്നിൽ താൻ ആശ്ചര്യഭരിതനായി നിന്നുപോയ അനുഭവം വായനക്കാരുമായി പങ്കിടേണ്ടി വരുമ്പോൾ, എഴുത്തിലെ ഈ മാജിക് പരീക്ഷിക്കുന്നു ഡോക്ടർ ജാഫർ എന്ന എഴുത്തുകാരൻ. അതിനായി അത്തരം അനർഘ നിമിഷങ്ങളെ തൻ്റെ എഴുത്തുമേശയിൽ ഖനീഭവിപ്പിച്ച് നിർത്തിയിട്ട് ജീവിതത്തിൽ നിന്നുള്ള ഒരു കഥ കൂടി പൊടുന്നനെ കണ്ടെത്തുന്നു അദ്ദേഹം.
കർണാടകയിലെ ഒരു കോളേജിൽ നിന്നുള്ള അത്തരമൊരു സമീപകാല വാർത്താ സന്ദർഭത്തെ അടയാളപ്പെടുത്തുന്ന കഥയാണ് സൈനബിന്റെ തട്ടം. സ്കൂൾ മുറ്റത്ത് ഭ്രാന്തമായ ആൾക്കൂട്ടം അവളുടെ തട്ടം പിടിച്ചു വലിച്ച ആ ദിവസം സൈനബ് അണിഞ്ഞിരുന്നത് ഇളം മഞ്ഞ നിറത്തിൽ ചുവന്ന പൂക്കളുടെ ചിത്രമുള്ള തട്ടമായിരുന്നു. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട തട്ടം. കൂട്ടുകാരി വൈഷ്ണവി പിറന്നാൾ സമ്മാനമായി നൽകിയതായിരുന്നു അത്. ആ ദിവസം സൈനബിന് ഒരു അസൈൻമെന്റ് സമർപ്പിക്കാനുണ്ടായിരുന്നു. ദുശാസനൻ ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നതായിരുന്നു വിഷയം. എന്തൊരു വിഷ്വൽ ഇമ്പാക്റ്റാണ് ഈ പുസ്തകത്തിലെ കഥകൾ ജനിപ്പിക്കുന്നത്. ഡോക്ടർ വായിച്ചതൊക്കെ വായനക്കാരനു കൂടി സംക്ഷിപ്തമായി വായിക്കാം എന്നതും, കണ്ടതൊക്കെ നമുക്കും കാണാം എന്നതും, അനുഭവിച്ചതൊക്കെ അക്ഷരങ്ങളിലൂടെ അനുഭവിക്കാം എന്നതുമാണ് ഈ കുറിപ്പുകളുടെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആശയങ്ങളെ വായനക്കാരുമായി പങ്കുവയ്ക്കാൻ സമൂഹത്തിൽ നിന്നുള്ള പ്രതിനിധാനങ്ങളെ കണ്ടെത്തുന്നു. തന്റെ ജീവിത പരിസരത്തു നിന്നാണ് ഈ കണ്ടെടുപ്പുകൾ അധികവും. ജോലിയുടെയും യാത്രയുടെയും ഒക്കെ ഭാഗമായി വികസിച്ചു വന്ന രാഷ്ട്രാന്തരീയ സൗഹൃദങ്ങളും ബന്ധങ്ങളും യാത്രകളുമൊക്കെ ഉൾച്ചേർന്ന രസമുള്ള വായനാനുഭവമാണ് ഈ പുസ്തകം. ഇപ്പൊ ജാബിർ, നമ്മളിപ്പോൾ ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു യാത്രയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ യാത്രകൾ ഈ ഒരു പുസ്തകത്തിൽ എത്രത്തോളം സ്വാധീനമാണ് ഉണ്ടാക്കുന്നത്? ഒറ്റയടിപ്പാത എന്ന പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്കിടെ സ്വാദിഷ്ടമായ കോഫിയുടെ മണം വായനക്കാരന് അനുഭവപ്പെടും. ഒരു കോഫി ആരാധകനായ എഴുത്തുകാരൻ ഡോക്ടർ ജാഫർ കോഫി ഷോപ്പുകൾക്ക് മുന്നിൽ നിശ്ചലനായി നിൽക്കുന്നത് കൊണ്ടാണത്. അല്ലെങ്കിൽ തന്നെ കോഫിയും കോഫി ഷോപ്പുകളും ലോക ചരിത്രത്തിൽ എല്ലാ കാലത്തും എഴുത്തുകാരുടെ സംഗമ സ്ഥലികളായിരുന്നുവല്ലോ. ഇന്ത്യൻ കോഫി ഹൗസുകൾ വെറും റെസ്റ്റോറന്റുകൾ മാത്രമായിരുന്നില്ലെന്നും ഒരു കാലത്ത് ചൂടൻ സാഹിത്യ സംവാദങ്ങളുടെയും ബൗദ്ധിക ചർച്ചകളുടെയും സങ്കേതം കൂടിയായിരുന്നുവെന്നും നമുക്കറിയാം. കോഫി ഷോപ്പുകൾ ലോകത്തെല്ലായിടത്തും ചർച്ചകൾക്കും സംവാദങ്ങൾക്കും കൂടിച്ചേരലുകൾക്കുമുള്ള ഇടങ്ങളാണ്. അതുകൊണ്ടാണ് ലോകോത്തര കോഫി ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളിൽ ഒരു കപ്പ് കോഫിയുമായി മണിക്കൂറുകൾ ചുമ്മായിരുന്നാലും അവർ ഇറക്കിവിടാത്തത്. ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനാവും വിധം ഓപ്പൺ ഡിസൈനിലാണല്ലോ എവിടെയും കോഫി ഷോപ്പുകൾ കാണപ്പെടുക. വിയന്നയിലെ കോഫി ഷോപ്പുകളെക്കുറിച്ച് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കാം. വഴിവക്കുകൾ നിറയെ കാപ്പികളുടെ വകഭേദങ്ങൾ വിൽക്കുന്ന പീടികകൾ, ചിന്താവിപ്ലവങ്ങളും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും തിളച്ചുമറിയുന്ന കാപ്പികളിലാണ് പലപ്പോഴും തുടങ്ങുക. വിയന്ന 20-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിന്റെ ധൈഷണികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾക്ക് വേദിയായ നഗരമാണ്. ഫ്രോയിഡും ട്രോഡസ്കിയും വിയന്നയിലെ കാപ്പിക്കടകളിലിരുന്ന് രാഷ്ട്രീയവും തത്വചിന്തയും ചർച്ച ചെയ്തവരിൽ പെടും. ഓട്ടോമൻസ് എന്ന ഉസ്മാനികളാണ് വിയന്നയിലേക്കും യൂറോപ്പിലെ മറ്റു നഗരങ്ങളിലേക്കും കാപ്പി കൊണ്ടുവന്നത്. പോളിഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കാപ്പി അറബി പേരായ കഹുവയായി അറിയപ്പെടുന്നത് വിയന്നയിൽ നിന്ന് പിന്മാറുമ്പോൾ ഉസ്മാനികൾ കാപ്പിയുടെ രുചി യൂറോപ്പിന് പകർന്നു പോയതുകൊണ്ടാണ്. ഒരു മഹാസാമ്രാജ്യത്തിന്റെ അസ്തമയത്തിന്റെ ആരംഭം 1683 വിയന്നയിൽ നിന്നും ഉസ്മാനികളുടെ പിന്മാറ്റത്തോടെ കുറിക്കപ്പെട്ടു. പൈൻ മരങ്ങൾ പോലെ ആകാശം ഉരുമി നിന്ന മിനാരങ്ങൾ ബാങ്ക് വിളികളില്ലാതെ നിശബ്ദമാവുകയും പള്ളികൾ കാഴ്ച ബംഗ്ലാവുകളായി മാറുകയും ചെയ്തു. അപ്പോഴും അവർ കൊണ്ടുവന്ന കാപ്പികൾ യൂറോപ്പിന് പുലരിയിലും അപരാഹ്നത്തിലും രുചിയും ഉന്മേഷവും പകർന്നുകൊണ്ടിരുന്നു. മധ്യ യൂറോപ്പിന്റെ ഭൗതിക സാംസ്കാരിക തലസ്ഥാനമായ വിയന്നയുടെ പ്രശസ്തിക്ക് കാരണം പുകൾപെറ്റ മ്യൂസിയങ്ങൾക്കൊപ്പം തെരുവുകളിലേക്ക് തെറിച്ചു നിൽക്കുന്ന സുലഭമായ കോഫി ഷോപ്പുകളും കൂടിയാണെന്ന് സൂഫി കാപ്പി എന്ന അധ്യായത്തിൽ പറയുന്നു. കഫേ ലാറ്റയെക്കാളും ക്യാപ്പുചീനോയെക്കാളും കോഫി പ്രേമികളുടെ ഇഷ്ടവിഭവം മോക്ക കോഫിയാണെന്ന് കേട്ടിട്ടുണ്ട്. മോക്ക കോഫി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഇന്ത്യയിലേക്ക് അത് വന്നെത്തിയതാകട്ടെ യമനിൽ നിന്നും. ചിക്കമഗ്ലൂരുവിലെ കാപ്പിത്തോട്ടങ്ങളിലൂടെയുള്ള ഡോക്ടർ ജാഫറിന്റെ രസകരമായ യാത്ര കോഫിയുടെ ഇന്ത്യൻ കഥ പറയുന്നു. പുസ്തകത്തിൽ ആ കഥ ഇങ്ങനെ വായിക്കാം. മഞ്ഞും ചാറ്റൽ മഴയുമുള്ള ഒരു ഒഴിവുകാലത്താണ് ചിക്കമഗ്ലൂരുവിലേക്ക് യാത്ര തിരിച്ചത്. പശ്ചിമ മലനിരകളുടെ വന്യമായ സൗന്ദര്യവും വസന്തത്തിന്റെ നിറപ്പകട്ടും ഒഴിവുകാല സഞ്ചാരികളുടെ തിക്കും തിരക്കുമാണ് ചുറ്റും. വളവും തിരിവുമുള്ള മലമ്പാതയിലൂടെ മുകളിലോട്ട് കയറുന്നതിനനുസരിച്ച് ആൾപെരുമാറ്റവും കുറഞ്ഞു വരികയും മഞ്ഞും ഇരുട്ടും കൂടി വരികയുമാണ്. അടുത്തുള്ള കുന്നിൻ ചെരുവുകളിലെ കാപ്പിത്തോട്ടങ്ങളിൽ നിന്നും തണുത്ത കാറ്റടിക്കുന്നു. മലമുകളിൽ എത്തുന്നതോടെ ഒരു ചെറു ഗുഹ കാണാം. പരിസരത്ത് ഏതാനും കബറുകളും. മധ്യകാലത്ത് ഈ ഗുഹ ഒരു സൂഫി സാത്വികന്റെ പർണശാലയായിരുന്നു. ആളും ആരവങ്ങളുമില്ലാത്ത കുന്നുകളും കാടുകളും വേലികെട്ടിയ വിജനമായ ഗുഹയിലാണ് ബാബ ബുദാൻ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായി കഴിഞ്ഞിരുന്നത്. പ്രകൃതിയുടെ സംഗീതവും സൗന്ദര്യവും തോരാതെ പെയ്യുന്ന മഞ്ഞുമലകളിലെ നിശബ്ദമായ ഗുഹയിലെ ധ്യാനത്തിലൂടെ ബാബ പടച്ചവനെ അറിയാൻ ശ്രമിച്ചു. അന്ന് ചിക്കമഗ്ലൂരുവിൽ കാപ്പിത്തോട്ടങ്ങൾ നിറഞ്ഞ മലനിരകളില്ല. കൂർഗിലും കാപ്പിയില്ല. ഇന്ത്യയിൽ എവിടെയും കാപ്പി വളർത്തിയിരുന്നില്ല. ബാബ ബുദാൻ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരവേ യമനിലെ മോക്കയിൽ നിന്നാണ് 7 കാപ്പിമണികൾ കൊണ്ടുവരുന്നത്. മോക്ക അക്കാലത്ത് ലോക കാപ്പി വ്യാപാരത്തിന്റെ പ്രധാന വാണിജ്യ തുറമുഖമായിരുന്നു. യമൻ പ്രധാനപ്പെട്ട കാപ്പി ഉൽപാദക രാജ്യവും. ബാബ ബുദാൻ കൊണ്ടുവന്ന് നട്ട 7 കാപ്പിക്കുരുക്കൾ മുളച്ചു വളർന്ന് ചെടിയും കതിരുമായി മഞ്ഞുമലകളിലൂടെ പടർന്നു പന്തലിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പരന്നു. സൂഫികൾ പകർന്ന അലിവും സ്നേഹവും ഈശ്വരബോധവും ആത്മീയ ഉല്ലാസവും പോലെ അവർ കൊണ്ടുവന്ന കാപ്പിയും പുലരികളും അപരാഹ്നങ്ങളും ഉന്മേഷം നിറഞ്ഞതാക്കി. ഇന്ന് ഇന്ത്യ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നാണ്. ചിക്കമഗ്ലൂരുവും വയനാടും കൂർഗും ഉൾപ്പെടെയുള്ള പശ്ചിമ മലനിരകളിലൂടെ അടിച്ചു വീശുന്ന കാറ്റിൽ കാപ്പിപ്പൊടിയുടെ ഗന്ധവും രുചിയും ചേർന്നിട്ടുണ്ട്.
അനുഭവമാണെങ്കിലും വായനയാണെങ്കിലും സഞ്ചാരമാണെങ്കിലും ഡോക്ടർ ജാഫർ എന്ന എഴുത്തുകാരൻ അതിലൂടെ നേടിയെടുത്ത ഉൾവെളിച്ചങ്ങൾ വായനക്കാരായ നമ്മുടെ കൂടി ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉദാഹരണത്തിന്, ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലൂടെയും സ്ലോവാക്യയുടെ തലസ്ഥാനമായ ബ്രാഡിസ്ലാവയിലൂടെയുമുള്ള യാത്രകൾ അദ്ദേഹത്തിന് നൽകിയ തിരിച്ചറിവുകൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ധാർമ്മികതയെക്കുറിച്ചും നൈതികതയെക്കുറിച്ചും നാം ഇന്ത്യക്കാർക്കുണ്ടായ ചില സന്ദേഹങ്ങൾക്കുള്ള മറുപടി കൂടിയാണ്. അക്കരപ്പച്ചകൾ കണ്ട് കൂടുവിട്ട് കൂടുമാറുന്ന രാഷ്ട്രീയ ഭിക്ഷാംദേഹികൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഉള്ളതെന്ന് ആ അനുഭവങ്ങൾ പറഞ്ഞു തരുന്നു. സമീപ ഭൂതകാലത്ത് കമ്മ്യൂണിസ്റ്റ് കോട്ടകളായിരുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇടതുപക്ഷ ആശയങ്ങൾക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ പാർട്ടിക്കാർ കൂട്ടത്തോടെ തീവ്ര വലതുപക്ഷ വംശീയതയിലേക്ക് മറുകണ്ഠം ചാടുകയായിരുന്നു. മനുഷ്യന്റെ പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളും രാഷ്ട്രീയ ധാരണകളും എത്ര അസ്ഥിരമാണെന്നും എത്ര വേഗത്തിലാണ് ഒരു പെൻഡുലം ആടുന്നത് പോലെ വലത്തുനിന്നും ഇടത്തോട്ടും തിരിച്ചും ആടിയുലയുന്നതെന്നും സഞ്ചാരിയായ പുസ്തകകാരൻ ഡോക്ടർ ജാഫർ അത്ഭുതം കൂറുന്നു. അത്തരം നിർണായക സന്ദർഭങ്ങളിൽ ഇവയ്ക്ക് രണ്ടിനുമിടയിലുള്ള ഒരു മധ്യമ മാർഗത്തിലൂടെ നടക്കാൻ മനുഷ്യൻ മറന്നുപോകുന്നുവെന്ന് അദ്ദേഹം എഴുതുന്നു. കാൽപ്പനികമായ ഭാഷയും തീക്ഷ്ണമായ ഭാവനയും കൈമുതലായുള്ള ഡോക്ടർ ജാഫറിനെ പോലെ ഒരു എഴുത്തുകാരൻ കാശ്മീർ പോലൊരു സ്വർഗത്തിലെത്തിപ്പെട്ടാൽ ഭാഷയ്ക്കും ഭാവനയ്ക്കും എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു തരുന്നു ചിനാർ എന്ന അധ്യായത്തിലെ താഴെ പറയുന്ന വരികൾ. ആർദ്രമായ വർണ്ണങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന ആപ്പിൾ മരങ്ങൾ, മലകളിൽ നിന്നും ആകാശമുട്ടി ഇടതൂർന്നു നിൽക്കുന്ന പൈൻ മരങ്ങളുടെ കന്യാവനങ്ങൾ, പ്രൗഢിയോടെ ശിഖരങ്ങൾ പരത്തി നിൽക്കുന്ന വാൾനട്ട് മരങ്ങൾ, പീച്ചും പേറും, പ്രണയം തുടിക്കുന്നവർക്ക് തണലായും ചിന്തകളുടെ കനലുകളിൽ വെന്തുരുകുന്നവർക്ക് കുടയായും ശാന്തസൗമ്യമായി പന്തലിച്ചു നിൽക്കുന്ന മേപ്പിൾ മരങ്ങളോട് സാമ്യമുള്ള ചിനാറുകൾ, ശിശിരം പിറക്കുന്നതോടെ കുങ്കുമം പൂക്കും, വസന്തത്തിന്റെ വരവോടെ ടൂലിപ്പും. ഇപ്പോൾ ഈ ഡോക്ടർ ജാഫർ അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം ആ തിരക്കുകൾക്കൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ പുസ്തകങ്ങൾ കൂടി എഴുതുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ ഒരു എഴുത്തുകാരനാകുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തന്റെ ചികിത്സാ മുറിയിൽ നിന്ന് പുനത്തിൽ കുഞ്ഞപ്പിള്ളയെ പോലൊരു ഡോക്ടർ ഫിക്ഷണൽ കഥകൾ സെൻസ് ചെയ്തപ്പോൾ അതേ മുറിയിലിരുന്ന് നോൺ ഫിക്ഷണൽ നറേറ്റീവുകളുടെ സാധ്യത കണ്ടെത്തുകയാണ് ഈ മെഡിസിൻ ഡോക്ടർ. തൻ്റെ ഒരു രോഗിയിൽ നിന്ന്, പരിചയപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു അനുഭവ നിമിഷത്തിൽ നിന്ന് ഒരു അനുഭവ കഥ സെൻസ് ചെയ്യുന്നു അദ്ദേഹം. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സ്വദേശിയായ ഡോക്ടർ ജാഫറിനെ വ്യക്തിപരമായി എനിക്കറിയാം. ഖത്തറിലെ അൽവാബിൽ ഞങ്ങളുടെ സുഹൃത്തായ ഡോക്ടർ അബ്ദുറസാഖ് പൊയിലിന്റെ വീട്ടിലെ ഇഫ്താർ മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവുമായി ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചു. സങ്കല്പങ്ങളിലെ ബിഷോഗരന്റെ ആടയാഭരണങ്ങളില്ലാതെ, നാട്യങ്ങളില്ലാതെ ഒരു മനുഷ്യൻ. നാടൻ ഭാഷാ മൊഴിവഴക്കങ്ങളും നാട്ടുശൈലിയും സംസാരത്തിൽ സമന്വയിപ്പിച്ച ഒരു ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ്. പക്ഷേ എഴുത്തിലേക്ക് വരുമ്പോൾ ആളൊരു സ്വപ്നാടകനായി മാറുന്നു. സംഗീതവും വായനയും യാത്രയും ഉന്മാദങ്ങളും മഹാനഗര ചത്തുരങ്ങളിലെ സവാരിയുമൊക്കെയായി ഭ്രമിപ്പിക്കുന്ന ഭാഷ. പച്ചപുതച്ച കുന്നുകളും സ്ഫടികം പോലെ തിളങ്ങുന്ന നീർച്ചാലുകളും നിറഞ്ഞ അഡ്രിയാറ്റിക്കിന്റെ തീരത്തെ മനോഹരമായ ബോസ്നിയയും അവിടുത്തെ ലൈലയും അവളുടെ പിയാനോയും. ഒരു ഹോട്ടൽ ലോബിയിലിരുന്ന് ഗിത്താറിൽ വിരലുകൾ മീട്ടുന്ന സ്പാനിഷ് പാട്ടുകാരി, അവളുടെ ഫ്ലെമിംഗോ സംഗീതം. അനുപമ സിംഗിന്റെ നഗരമായ ലക്നൌവിലെ ഗസൽ പൂക്കുന്ന നിരത്തുകൾ. ജിന്നുകളും ഹൂറുകളും പാർക്കുന്ന ഒരു കാൽപ്പനിക നഗരത്തിന്റെ സൗന്ദര്യം. ഒരു രക്ഷയുമില്ല ഈ മലയാളി ഡോക്ടർ. ഇത്രയും കാൽപ്പനികനായിരുന്നു ഈ മനുഷ്യനെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പക്ഷേ കാൽപ്പനികതയിലും പൈങ്കിളി പാറാതിരിക്കാൻ അതീവ ശ്രദ്ധാലുവാണ് ഡോക്ടർ. എഴുത്തിലും ഭാഷയിലും വിഷയങ്ങളുടെ തെരഞ്ഞെടുപ്പിലും അപഗ്രഥനത്തിലും വരെ ആ സൂക്ഷ്മത കാണാം. മതവും രാഷ്ട്രീയവും സംസ്കാരവും ചരിത്രവും വായനയും എഴുത്തും ജീവിതവും രോഗവും ചികിത്സയും രാഷ്ട്രാന്തരീയ പ്രശ്നങ്ങളും യുദ്ധവും പലായനവും വംശഹത്യയും കുടിയേറ്റവും ഭരണകൂട ഭീകരതയും പൗരത്വ പ്രശ്നങ്ങളുമൊക്കെ അദ്ദേഹത്തിന് എഴുത്തു വിഷയങ്ങളായി ഭവിക്കുന്നു. എത്രയോ ഭാവതീക്ഷ്ണമാണ് 1.5 പേജുകൾ മാത്രം വരുന്ന കുറിപ്പുകൾ ഓരോന്നും. ലഘുവാചകങ്ങളിൽ സെല്ലുലോയിഡ് ദൃശ്യപരത വരച്ചിടാൻ ശേഷിയുള്ള എഴുത്തുരീതി. 2ാം ലോക യുദ്ധാനന്തര യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ വംശഹത്യയായിരുന്നുവല്ലോ 90കളുടെ ആദ്യം ബോസ്നിയയിൽ നടന്നത്. ആ ഭീകരത പൂർണ്ണാർത്ഥത്തിൽ അനുഭവിച്ച ഡോക്ടർ മൻസൂറ പാസിച്ച് ദോഹയിൽ ഡോക്ടർ ജാഫറിന്റെ സഹപ്രവർത്തകയായിരുന്നു. ബോസ്നിയൻ തലസ്ഥാനമായ സരയാവോയിൽ നിന്നുള്ള ഡോക്ടർ മൻസൂറയ്ക്ക് യുദ്ധത്തിൽ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടമായി. ആരുമില്ലാതായതോടെ ഒരു നാടോടിയെപ്പോലെ ദേശാന്തര യാത്രകൾ നടത്തുന്ന അവരെക്കുറിച്ച് കുറിപ്പിലൂടെ ബോസ്നിയൻ വംശഹത്യയുടെ ഒരു വാങ്മയ ചിത്രം അവതരിപ്പിക്കുന്നു ഈ പുസ്തകം. ഒറ്റയടിപ്പാത എന്ന പുസ്തകത്തിൽ ഡോക്ടർമാർ കടന്നുപോകുന്ന ശാരീരികവും മാനസികവും നൈതികപരവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന ഡോക്ടർമാരുടെ ആരോഗ്യം എന്ന അധ്യായം തുടങ്ങുന്നത് തന്നെ ഒരു ഹൗസ് സർജൻ എന്ന നിലയിൽ ആദ്യമായി ഒരു മരണം സ്ഥിരീകരിച്ച തന്റെ സ്വന്തം അനുഭവം പറഞ്ഞുകൊണ്ടാണ്. അപസ്മാര രോഗിയായ മകൻ മരിച്ചതിനെ തുടർന്ന് അവന്റെ ബാക്കിയുണ്ടായിരുന്ന ഗുളികകൾ അമിത അളവിൽ കഴിച്ച ഒരമ്മയുടെ ആത്മഹത്യയായിരുന്നു അത്. മതം പലർക്കും പ്രകടനപരതയാകുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. മതനിഷ്ഠയുള്ളയാൾ എന്ന ഇമേജ് പൊതുവെ സാമൂഹിക അംഗീകാരത്തിന്റെ ഭാഗമായി മാറിയതിനാൽ വലിയ മതനിഷ്ഠയുള്ള ആളാണ് താനെന്ന് മറ്റുള്ളവരിൽ ഇംപ്രഷൻ ജനിപ്പിക്കാൻ കെട്ടുകാഴ്ചകളും ചെപ്പടി വിദ്യയുമായി നടക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. തന്റെ മതചിഹ്നങ്ങൾ സൃഷ്ടിച്ചു തരുന്ന സാമൂഹിക അംഗീകാരം മറ്റുള്ളവരുടെ മേൽ അതീശത്വം സ്ഥാപിക്കാനായുള്ള ടൂളായി ഉപയോഗിക്കുന്ന ഈ കാലത്ത് അതിനൊരു തിരുത്താണ് കുഞ്ഞരാമൻ മാഷ്.
മതം വേഷങ്ങളിലും ഭാവഹാവാദികളിലും വാചാടോപങ്ങളിലുമല്ല, മനസ്സിലാണ് സാത്വികനാകേണ്ടതെന്ന് മാഷ് ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തരുന്നു. കലിയടങ്ങുന്ന നേരം എന്ന അധ്യായത്തിൽ അതിങ്ങനെ വായിക്കാം. നോമ്പുകാലമായാൽ ക്ലാസ്സിൽ എന്ത് മണ്ടത്തരം പറഞ്ഞാലും മാപ്പിള കുട്ടികളെ മാഷ് അടിക്കില്ല. കാരണം മാഷിന്റെ മനസ്സ് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ നെറ്റിയിലെ ചന്ദനക്കുറി പ്രകടനപരതയുടേതായിരുന്നില്ല, മറിച്ച് ആഴമേറിയ ഒരു മതബോധത്തിന്റെ ബാഹ്യമായ അടയാളം മാത്രമായിരുന്നു. അലിവും ആർദ്രതയും അനുകമ്പയും നിറഞ്ഞ മതബോധം. സഹജീവികൾക്ക് സുരക്ഷിതത്വ ബോധവും സമാധാനവും പകർന്നില്ലെങ്കിൽ ഉടയതമ്പുരാന്റെ കണ്ണിൽ പാപിയാവുമെന്ന നിതാന്തമായ ഈശ്വര ചിന്തയുമായി ജീവിച്ച സാത്വികൻ. ശുഭപ്രതീക്ഷാദായകമാണ് പുസ്തകത്തിലെ കുറിപ്പുകളുടെയൊക്കെ പൊതു സ്വഭാവം. കലിയൊതുങ്ങി ഭീതി മാറി മണ്ണും മാനവും തെളിയുന്ന കാലം വരിക തന്നെ ചെയ്യുമെന്നും പൂവുകൾ അറുത്തതുകൊണ്ടും കിളികളെ കൂട്ടിലടച്ചതുകൊണ്ടും വസന്തം വരാതിരിക്കാറില്ലെന്നും പുസ്തകകാരൻ പ്രത്യാശപ്പെടുന്നത് അതുകൊണ്ടാണ്. അത്തരം ഒരു മഹാപ്രത്യാശയുടെ വിളംബരമാണ് ഉറുമാമ്പഴം പഴുക്കുന്നത് എന്ന അധ്യായം. ഏകാധിപതികൾ ശാരീരിക ഉന്മൂലനത്തിന് വിധേയരാക്കിയ ചിലിയിലെ നെരൂദയും സ്പെയിനിലെ ലോർക്കയും നമ്മുടെ ഒരു നാട്ടുകവിയെപ്പോലെ മലയാളി വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും പ്രിയങ്കരരായി തുടരുന്നതിൻ്റെ രസതന്ത്രം പറയുന്ന ഈ അധ്യായം കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ചരിത്രത്തിലെ എല്ലാ ഏകാധിപതികൾക്കുമുള്ള താക്കീതാണ്. വിപ്ലവ യൗവനങ്ങൾക്കുള്ള ഉണർത്തുപാട്ടുമാണ്. ബാഗ്ദാദിനെ തകർത്തെറിഞ്ഞ മംഗോൾ പടയോട്ടങ്ങൾക്ക് ശേഷം മംഗോളിയരുടെ തന്നെ അടുത്ത തലമുറയിലൂടെ തകർക്കപ്പെട്ട ആ സമൂഹം പുനർജനിക്കപ്പെടുകയും ലോക ചരിത്രത്തിന് മഹത്തായ സംഭാവനകൾ നൽകി പടർന്നു കയറുകയും ചെയ്ത പ്രത്യാശയുടെ കഥയാണ് ഈ കാലവും മാറിവരും. ഗസലും ഖവാലിയും തുയിലുണർത്തിയിരുന്ന ഖനാനകളുടെ ഡൽഹിയെ ഗ്രഹാതുരമായി ഓർക്കുന്ന മനോഹരമായ എഴുത്താണ് ഡൽഹി എന്ന അധ്യായം. നഷ്ടപ്രതാപത്തിന്റെ ഈ കാലവും കഴിഞ്ഞു പോകുമെന്ന് കുറിപ്പുകാരൻ ശുഭാപ്തിപ്പെടുന്നു. തീവണ്ടി ബോഗികൾ മനുഷ്യനെ പഠിക്കാനുള്ള ക്ലാസ് മുറികളാണ്. തീവണ്ടി എന്ന് പറഞ്ഞ അധ്യായത്തിൽ ഡോക്ടർ ജാഫർ പറയുന്നൊരു കാര്യമാണ്. ഇപ്പൊ വായന എന്ന കാര്യം അതെങ്ങനെയാണ് ഈ ഒരു എഴുത്തുകാരന്റെ സാമൂഹ്യ നിരീക്ഷണത്തെ രൂപപ്പെടുത്തുന്നത്? പോൾ തെറോ 1970-കളിൽ യൂറോപ്പിൽ നിന്നും തീവണ്ടി മാർഗം ഏഷ്യൻ വൻകരയിലൂടെ നടത്തിയ യാത്രയുടെ കഥ പറയുന്ന ദ ഗ്രേറ്റ് റെയിൽവേ ബസാർ എന്ന പുസ്തകത്തിന്റെ വായനാനുഭവമാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന അധ്യായം. ഒരു ജനതയുടെ ഹൃദയത്തുടിപ്പുകൾ അറിയാൻ ഏറ്റവും പറ്റിയ വഴി തീവണ്ടി യാത്രയാണെന്നും അപരിചിതരായ സഹയാത്രികരുടെ സംഭാഷണത്തിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും നാടിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാനാവുമെന്നുമുള്ള ഈ കുറിപ്പിലെ നിരീക്ഷണം വായിച്ചപ്പോൾ ഇന്ത്യയുടെ ബഹുത്വത്തിന്റെ നിദർശനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന ആശയം മേതിൽ രാധാകൃഷ്ണൻ എഴുതിയത് പണ്ടെങ്ങോ വായിച്ചത് ഓർമ്മ വന്നു. തന്റെ കാർട്ടൂണുകൾക്ക് ആശയം തേടി കോട്ടയത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും ചുമ്മാ തീവണ്ടിയിൽ യാത്ര ചെയ്യുമായിരുന്നുവെന്നും സഹയാത്രികരുടെ സംസാരങ്ങളൊക്കെ കൗതുകപൂർവ്വം നിരീക്ഷിക്കുമായിരുന്നുവെന്നും ടോംസ് പറഞ്ഞിട്ടുണ്ട്. തീവണ്ടി ബോഗികൾ മനുഷ്യനെ പഠിക്കാനുള്ള ക്ലാസ് മുറികളാണ് എന്ന് തീവണ്ടി എന്ന അധ്യായത്തിൽ ഡോക്ടർ ജാഫർ പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ മാസച്യുസെറ്റ്സിൽ ജീവിച്ച ഡേവിഡ് തോറോയെയും അദ്ദേഹത്തിന്റെ വാൽഡൻ എന്ന അതിപ്രശസ്തമായ പുസ്തകത്തെയും കുറിച്ച് പറയുന്ന അധ്യായത്തിന് ഒറ്റമരം എന്നാണ് പേര്. ഒറ്റമരം എന്ന രൂപകം ഒരേ സമയം ഇവിടെ പേരും അധ്യായത്തിന്റെ ആത്മാവുമായി വർത്തിക്കുന്നു. ഒറ്റമരം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കാടുകളുടെ തണലില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ചില മരങ്ങളുണ്ട്. ചില മനുഷ്യരും അങ്ങനെയാണ്. ആശയലോകത്തും ജീവിതത്തിലും ഒറ്റയടിപ്പാതയിലൂടെ നടക്കുന്നവർ. ഒറ്റമരങ്ങളുടെ ഏകാകിത്വത്തിന് നിഗൂഢ സൗന്ദര്യമുണ്ട്. ഒറ്റയാൾ ജീവിതത്തിനുമുണ്ട് കാൽപ്പനിക ഭംഗി. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു 4-ാം വേദക്കാരന്റെ കൗതുകമുണർത്തുന്ന ചിന്തകളാണ് 4-ാം വേദക്കാരന്റെ ബിഷപ്പ് എന്ന അധ്യായം. വിഷയ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഈ പുസ്തകത്തിൽ യാത്രകൾക്കും അനുഭവങ്ങൾക്കുമൊക്കെ പുറമെ അഗാധമായ ദാർശനിക സമസ്യകളിലേക്ക് വായനക്കാരന്റെ ചിന്തയെ കൂട്ടിക്കൊണ്ടുപോകുന്ന നിരവധി കുറിപ്പുകളുണ്ട്. അത്തരം പുസ്തകങ്ങളും ചിന്തകരും എഴുത്തുകാരും വിശകലന വിധേയമാവുന്നുണ്ട്. ലിയോ ടോൾസ്റ്റോയും തോമസ് ആർണോൾഡും വോൾട്ടയറും ഗദയും കസാൻജിസാക്കീസും വായനക്കാരുമായി കൂടിക്കാഴ്ചയ്ക്കെത്തുന്നുണ്ട്. സോർബാദ ഗ്രീക്കിനെയും ജീൻ വാൽജിനെയും പോലുള്ള അനശ്വര കഥാപാത്രങ്ങൾ ജീവിതത്തെയും മനുഷ്യനെയും കുറിച്ച നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി നമ്മോട് സംവദിക്കുന്നുണ്ട്. മഹാജ്ഞാനഗുരുവായ പ്രവാചകൻ പല പല ജീവിത സന്ദർഭങ്ങളിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നുണ്ട്. സുഗന്ധവാഹിനിയായ ഒരു മഹാസംസ്കൃതിയുടെ ഭൂതവും ഭാവിയും വർത്തമാനവും സ്പർശിക്കുന്ന കുറിപ്പുകളാണ് ഈ പുസ്തകത്തിന്റെ അന്തർധാര. മനുഷ്യാസ്തിത്വത്തിലേക്കും ഉണ്മയുടെ ദാർശനിക ഉൾത്തലങ്ങളിലേക്കും പ്രകാശം പരത്തുന്ന ഗഹന വിഷയങ്ങളെ ലളിതമധുരമായും പ്രണയാതുരമായും എഴുതിയിരിക്കുന്നുവെന്നതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. കഥകളുടെ മേമ്പൊടി ചേർത്തുള്ള ഈ കഥനം അതുകൊണ്ട് തന്നെ വായനാമൃതമാണ്. കഥയിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ അനുവാചക ഹൃദയത്തിൽ നിത്യമുദ്രിതമാകും. തലമുറകളിലേക്ക് അവ പരാവർത്തനം ചെയ്യപ്പെടും. കഥകളെ മുദ്രണം ചെയ്യാനുള്ള മനുഷ്യ മനസ്സിന്റെ സർഗവൈഭവത്തെ ഉപജീവിച്ചാണ് വിശുദ്ധ വേദഗ്രന്ഥങ്ങളും പുരാണ ഇതിഹാസങ്ങളുമൊക്കെ കഥാസമൃദ്ധങ്ങളായത്. അതേക്കുറിച്ച് അവതാരികയിൽ ശ്രീ തോമസ് ജേക്കബ് എഴുതുന്നു: വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനിൽ ഏറ്റവും അധികം പ്രതിപാദിക്കുന്നത് മതശാസനങ്ങളോ കർമാനുഷ്ഠാന നിർദ്ദേശങ്ങളോ അല്ല, കഥകളാണ്, സംഭവകഥകൾ. മുൻകാല പ്രവാചകന്മാരുടെയും മനുഷ്യ സമൂഹങ്ങളുടെയും ചരിത്രം. ആ കഥകളിലെല്ലാം നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഇടയ്ക്കിടെ മാനവരാശിയെ ഓർമ്മിപ്പിക്കുകയാണ് ഖുറാനിൽ. മറ്റു വേദങ്ങളിലേക്ക് നോക്കൂ, അവിടെയും കഥകൾ തന്നെയാണ്. രാമായണവും മഹാഭാരതവും ബൈബിളുമെല്ലാം മനുഷ്യനു മുന്നിൽ തുറന്നിടുന്നത് ഒട്ടേറെ സംഭവങ്ങളാണ്.
ഈ കഥകൾക്കിടയിലെ വല്ലപ്പോഴും രംഗപ്രവേശം ചെയ്യുന്ന കഥാപാത്രം മാത്രമാണ് ഉപദേശങ്ങൾ. പലതരം കഥകളുടെ മിശ്രണം ഡോക്ടർ ജാഫർ എപിയുടെ ഈ ഗ്രന്ഥത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട്. പ്രിയ വായനക്കാർക്ക് ഒരു നല്ല പുസ്തകാനുഭവം നേരുന്നു. തീർച്ചയായിട്ടും ഒറ്റയടി പാത നമ്മളിങ്ങനെ കേട്ടു പോകുമ്പോൾ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന കുറേയധികം കഥാപാത്രങ്ങൾ ഇതിലൂടെ കണ്ടുപോകാൻ സാധിക്കുന്നു. അതായത് ഓരോ ആൾക്കാരെയും കൃത്യമായി നിരീക്ഷിച്ച് അവന്റെ ജീവിതത്തെയൊക്കെ തന്നെ പഠിച്ച് ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് നൽകുന്നു എന്നുള്ളത് ഡോക്ടർ ജാഫർ എന്ന എഴുത്തുകാരനെ നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യം കൂടിയാണ്. എന്തായാലും ഇങ്ങനൊരു പുസ്തകം പരിചയപ്പെടുത്തിയതിൽ ഒരുപാട് നന്ദി ജാബിർ റഹ്മാൻ. താങ്ക് യു രതീഷ്. ഇത്രയും നല്ലൊരു പുസ്തകത്തെക്കുറിച്ച് എൻ്റെ വായനാനുഭവം വായനക്കാരുമായി പങ്കുവയ്ക്കാൻ അവസരം തന്നതിൽ പ്രത്യേക നന്ദി. ഓരോ ആൾക്കാരെയും പരിചയപ്പെടുമ്പോൾ അവർക്കെല്ലാവർക്കും ഓരോ കഥകൾ പറയാനുണ്ടായിരിക്കും. കഥകളിലൂടെ അല്ലെങ്കിൽ സിനിമകളിലൂടെയൊക്കെ പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവങ്ങളായിരിക്കും പലർക്കും ഉണ്ടാകുക. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളെ വായിച്ചറിയാം ഈ ഒറ്റയടി പാതയിലൂടെ. ഖത്തറിലെ ഒരു ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ ജാഫർ എപി. അപ്പൊ അദ്ദേഹം എഴുതിയ ഒറ്റയടി പാത ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ നമ്മൾ പോകുന്ന പാതയിലൂടെ ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് അടുത്തറിയാറുണ്ട്. ഈ പുസ്തകം ഉറപ്പായിട്ടും നിങ്ങളും വായിച്ചിരിക്കണമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് റേഡിയോ ലൈബ്രറിയിലൂടെ. അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് ഇപ്പോൾ ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്. അടുത്ത ആഴ്ച മറ്റൊരു പുസ്തകവും മറ്റൊരു പുതിയ അതിഥിയുമായിട്ട് എത്തിച്ചേരാം.